CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ തിരിതെളിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ലക്ഷം വീട് ഉന്നതിയിലുള്ള കുടുംബങ്ങൾക്ക് ജാതി നിർണയിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണം കെ പ്രേംകുമാർ MLA നിർവഹിച്ചു. കാലങ്ങളായി നിലനിന്നിരുന്ന ഈ കുടുംബങ്ങളുടെ ജാതി നിർണയം സംബന്ധിച്ച പ്രശ്നത്തിനാണ് ഇതോടെ ശാശ്വത പരിഹാരമായത്. ഭക്തിയുടെ നിറവിൽ ശബരിമലയിൽ മകരവിളക്ക് ദർശനം. അയ്യനെ കാണാൻ മല കയറിയ വിശ്വാസികൾ ശരണം വിളികളോടെയാണ് മകരവിളക്ക് ദർശിച്ചത്. ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ഭക്തർ 3 തവണ മകരവിളക്ക് ദർശിച്ചു. ദക്ഷിണ മലബാറിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ഒടമല മഖാം ആണ്ടുനേർച്ചയ്ക്ക് തുടക്കമായി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൊടിയേറ്റം നിർവഹിച്ചു. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ തിരിതെളിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്തു. വേദികളിൽ 250 ഇനങ്ങളോടെ ഇന്ന് ആരംഭിക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 3 തലങ്ങളിൽ മികവ് തെളിയിച്ച 15,000-ഓളം പ്രതിഭകളാണ് പങ്കെടുക്കുന്നത്. വിജയങ്ങൾക്കും ഗ്രേഡുകൾക്കും സമ്മാന തുകകൾക്കും അപ്പുറം മനസ്സുകളെ ഒന്നിപ്പിക്കുന്ന കലയെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നതാകട്ടെ ഈ കലാമേളയുടെ സന്ദേശമെന്ന് മുഖ്യമന്ത്രി തേക്കിൻകാട് മൈതാനം എക്സിബിഷൻ ഗ്രൗണ്ടിൽ നടന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഒന്നാം സമ്മാനം നേടിയവർ മാത്രമല്ല പിൽക്കാലത്ത് കലാരംഗത്ത് മഹാപ്രതിഭകളായി വളർന്നിട്ടുള്ളത്. 2ഉം 3ഉം സ്ഥാനങ്ങൾ കിട്ടിയവരും 1ഉം കിട്ടാതിരുന്നവരും ഒക്കെ വലിയ പ്രതിഭകളായി പിൽക്കാലത്ത് ഉയർന്നു വന്ന ചരിത്രമാണ് ഇവിടെയുള്ളത്. അതായത് ഒരു മത്സരം ഒരാളുടെയും കഴിവിന്റെ ആത്യന്തികമായ ഉരക്കല്ലല്ല. 25 വേദികളിലായി 249 ഇനങ്ങളിൽ 12,000 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. അഞ്ച് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിന്റെ സമാപന സമ്മേളനം 18-ന് വൈകിട്ട് നടക്കും. നടൻ മോഹൻലാൽ മുഖ്യാതിഥിയാവും.
CCN പാലക്കാട്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ലക്ഷം വീട് ഉന്നതിയിലുള്ള കുടുംബങ്ങൾക്ക് ജാതി നിർണയിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണം കെ പ്രേംകുമാർ MLA നിർവഹിച്ചു. കാലങ്ങളായി നിലനിന്നിരുന്ന ഈ കുടുംബങ്ങളുടെ ജാതി നിർണയം സംബന്ധിച്ച പ്രശ്നത്തിനാണ് ഇതോടെ ശാശ്വത പരിഹാരമായത്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജിത് സിംഗ് IAS മുഖ്യാതിഥിയായിരുന്നു. മലയാളത്തിൽ സംസാരിക്കാനൊക്കെ വളരെ ഡിഫിക്കൽട്ടാണ്. എല്ലാ ദിവസവും അഭ്യാസമാണ്. കുറച്ച് ബെറ്റർ പ്രിപ്പറൻസി, ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ബിക്കോസ് ഞാൻ ഇപ്പോൾ ഈ കാലങ്ങളിൽ ഞാൻ ഡ്യൂട്ടിയാണ്, സോ ഞാൻ റെസ്പോൺസിബിലിറ്റിയാണ്. എല്ലാ മറ്റേ കാലങ്ങളിൽ ഞാൻ മലയാളത്തിൽ സംസാരിക്കും. സോ ഇത് പ്രയാസമാണ്. സോ താങ്കൾക്കെല്ലാം ഈ കമ്മ്യൂണിറ്റി സ്റ്റേറ്റസിലെ ഞാൻ യഥാപൂർവ്വം ഒരുപാട് അഭിനന്ദികളാണ്. ഈ സ്റ്റേറ്റസ് താങ്കൾക്ക് എല്ലാ ലൈഫിലെ I think your life will become better and better after this, and it's a long fight, I've been told, but കാലങ്ങളായി നിലനിന്നിരുന്ന ഈ കുടുംബങ്ങളുടെ ജാതി നിർണയം സംബന്ധിച്ച സങ്കീർണമായ പ്രശ്നത്തിനാണ് ഇതോടെ ശാശ്വത പരിഹാരമായത്. കെ പ്രേംകുമാർ MLA ഈ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും റവന്യൂ അസംബ്ലിയിൽ ചർച്ചയാവുകയും ചെയ്തതോടെയാണ് നടപടികൾക്ക് വേഗത കൈവന്നത്. തുടർന്ന് പാലക്കാട് ജില്ലാ കളക്ടർ മുഖേന നടന്ന പഠനങ്ങളുടെയും റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ ഈ ഉന്നതിയിലെ കുടുംബങ്ങളെ വീരശൈവ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ജാതി സർട്ടിഫിക്കറ്റ് അനുവദിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഒറ്റപ്പാലം തഹസിൽദാർ CM അബ്ദുൽ മജീദ് സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച നടപടിക്രമങ്ങൾ ചടങ്ങിൽ വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജ്യോതിവാസൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. അരുണ എന്നിവർ പങ്കെടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VC ഉണ്ണികൃഷ്ണൻ, KK ലിനി, C. സുജിത്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ MK ദ്വാരകനാഥൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ഇൻചാർജ് മിനി CD എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. മാണി സി കാപ്പൻ MLAയുമായി നടത്തിയ കൂടിക്കാഴ്ചയെയും മുന്നണി വിപുലീകരണത്തെയും കുറിച്ച് പ്രതികരണവുമായി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. മാണി സി കാപ്പൻ തന്റെ വീട്ടിലെത്തിയത് സൗഹൃദ സന്ദർശനത്തിന്റെ ഭാഗമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് വളരെ പ്രത്യേകിച്ച് ഒരു അജണ്ട വെച്ച ചർച്ചകളൊന്നും ഉണ്ടായില്ല. ഒന്നാമത് UDFന്റെ ചർച്ച തുടങ്ങിയിട്ടില്ലല്ലോ. UDF അടുത്ത ദിവസങ്ങളിൽ സംബന്ധിച്ച ചർച്ചകളൊക്കെ തുടങ്ങുന്നല്ലോ. ഇപ്പൊ നടക്കുന്നതൊക്കെ അഭ്യൂഹങ്ങളാണ്. അതായത് ആരെങ്കിലും നമ്മളൊക്കെ പോകുമ്പോൾ നടക്കുന്ന അഭ്യൂഹങ്ങളാണ്. അതല്ലാതെ അദ്ദേഹം ഇതുവഴി പോകുമ്പോഴൊക്കെ തങ്ങളുടെ വീട്ടിലും UDF കയറാറ്. അങ്ങനെ ഒരു വരവ് തന്നെയാണ് ഇന്ന് വന്നത്. വന്നുകൊണ്ടിരിക്കുന്ന പാർട്ടി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു. അല്ലാതെ അജണ്ട വെച്ച് യാതൊരു സംസാരവും ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾ കൊടുക്കുന്ന വാർത്തയെ പറ്റിയൊക്കെ അദ്ദേഹം പറഞ്ഞു. അതിന് അടിസ്ഥാനമില്ലാതെ പറഞ്ഞു. അത്രയും മാണി സി കാപ്പൻ ഈ വഴി പോകുമ്പോൾ വരാറുണ്ട്. വന്നപ്പോൾ രാഷ്ട്രീയം ചർച്ചയായി എന്നതൊഴിച്ചാൽ പ്രത്യേക അജണ്ടകൾ വെച്ചുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല. നിലവിൽ പ്രചരിക്കുന്ന മറ്റു കാര്യങ്ങളെല്ലാം വെറും അഭ്യൂഹങ്ങൾ മാത്രമാണ്. കേരള കോൺഗ്രസ് എമ്മിനെ UDFിലേക്ക് തിരികെ കൊണ്ടുവരാൻ തന്നെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ആശയപരമായി യോജിക്കാൻ പറ്റുന്നവരുമായി സഹകരിക്കുമെന്ന് പറഞ്ഞത് ഒരു വിശാല അർത്ഥത്തിലാണ്. മുന്നണി വിപുലീകരണം സംബന്ധിച്ച് കൂടുതൽ കക്ഷികൾ UDFിലേക്ക് വരുന്ന ട്രെൻഡ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. അത് ഒന്നാമത് വാർത്താ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിക്കൊണ്ടിരിക്കുന്നത് നേരത്തെയാണ്. ഔദ്യോഗികമായിട്ട് UDFിന്റെ ചർച്ച നടക്കുമ്പോൾ ആരൊക്കെ വരും, എന്തൊക്കെ വരും, വരൂലെ ആ കാര്യങ്ങളൊക്കെ അപ്പം അറിയാം. UDFിലേക്ക് കൂടുതൽ കക്ഷികൾ വരുന്നൊരു ട്രെൻഡ് ഉണ്ട്. അത് സ്വാഭാവികം. ഇലക്ഷൻ നടന്ന 2 ഇലക്ഷനിൽ പാർലമെന്റിലായാലും നമ്മുടെ പഞ്ചായത്തിലായാലും UDFിന് അപ്പർ ഹാൻഡ്. സ്വാഭാവികമായി UDF ആണ് നെക്സ്റ്റ് എന്ന ഒരു ചിന്ത ഉണ്ടല്ലോ. അപ്പോൾ പല വിഷയങ്ങളും വെച്ച് പിന്നെ പല രാഷ്ട്രീയ പാർട്ടികളും UDFിനോടുള്ള നിലപാടിൽ മാറ്റം വരുത്തുന്നത്. ഈ ജോസ് മണി പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ട് എന്നാണ് ജോസ് മണി എന്നെ പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇത് രണ്ട് പുറത്തും പറയേണ്ടതാണല്ലോ. ഈ അർത്ഥസമ്മതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇതിന്റെ ഉദാഹരണം. CCN
മലപ്പുറം. ഭക്തിയുടെ നിറവിൽ ശബരിമലയിൽ മകരവിളക്ക് ദർശനം. അയ്യനെ കാണാൻ മല കയറിയ വിശ്വാസികൾ ശരണം വിളികളോടെയാണ് മകരവിളക്ക് ദർശിച്ചത്. ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ഭക്തർ 3 തവണ മകരവിളക്ക് ദർശിച്ചു. ആലങ്ങാട്ട് സംഘം വാവരുപള്ളിയിൽ കയറില്ല. കാരണം അയ്യപ്പൻ്റെ സുഹൃത്ത് അമ്പലപ്പുഴ സംഘത്തോടൊപ്പം യാത്ര തിരിച്ചു എന്നുള്ള ശബരിമലയെ ഭക്തിസാന്ദ്രമാക്കിയാണ് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിയത്. അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായി പന്തളത്ത് നിന്നും പുറപ്പെട്ട ഘോഷയാത്ര വൈകിട്ട് 6:24 സന്നിധാനത്തെത്തിയത്. തിങ്കളാഴ്ചയാണ് പന്തളത്ത് നിന്നും തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടത്. പന്തളത്ത് നിന്ന് പുറപ്പെടുന്ന കാഴ്ചയാണ് ഇത്. അത് പരമ്പരാഗത വഴിയിലൂടെ കാൽനടയായി നീങ്ങുന്ന ഘോഷയാത്ര സംഘം ഇന്ന് വൈകുന്നേരം 6:15 സന്നിധാനത്ത് എത്തുകയാണ്. കാലമേറെ ചെന്നിട്ടും ജ്യോതിഷ് കുമാർ, ഇതിപ്പോഴും ഈ 13 വില്ലേജുകളിലൂടെ 85 കിലോമീറ്റർ താണ്ടിയല്ലേ സന്നിധാനത്തെത്തുന്നത്? അതെ, തിരുവാഭരണ ഘോഷയാത്ര 12-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് പന്തളം വലിയ കോയിക്കൽ പുത്തൻമേട തിരുമുറ്റത്ത് നിന്ന് ഘോഷയാത്രയായി പുറപ്പെടുന്നതാണ്. അവർ ആ ദിവസം 1:30 കൈപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം, 2 മണിക്ക് കുളനട ദേവി ക്ഷേത്രം, അവിടെ തിരുവാഭരണം തുറന്ന് ദർശനം നൽകുന്നു. 3:15 കരിയറപ്പടി കിടന്ന് കിഴക്കോട്ട് സഞ്ചരിച്ച് പറയങ്കര ഗുരുമന്ദിരത്തിൽ ഒരു 2 മിനിറ്റ് വിശ്രമം. അവിടെ നിന്ന് 3:30 കുറിയാനപ്പള്ളി ക്ഷേത്രം, അവിടെയും പേടകം തുറന്ന് ദർശനം കൊടുക്കും. സന്നിധാനത്തെത്തിയ ഘോഷയാത്രയെ ദേവസ്വം മന്ത്രി VN വാസവൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ, തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര്, മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി, ദേവസ്വം അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത്. ഈ 2 പേടകങ്ങളും 18-ാം പടി കയറില്ല. അത് മാളികപ്പുറത്തേക്ക് വലത്തേക്ക് തിരിഞ്ഞാൽ മാളികപ്പുറമാണ്, അങ്ങോട്ട് പോകും. ഒരു പ്രത്യേകത, ഈ തിരുവാഭരണ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ടവർക്ക് ഇതാ നോക്കൂ, അവർക്ക് മാത്രമാണ് ഇരുമുടിക്കെട്ടില്ലാതെ 18-ാം പടി കയറാൻ സാധിക്കുന്നത്. അതൊരു വലിയ ഭാഗ്യമാണ്. ഇവര് കൂടെ വരുന്നവർ പന്തളത്ത് നിന്ന് അനുഗമിക്കുന്നവരാണ്. 3 ദിവസമായി കാൽനടയായി സഞ്ചരിക്കുന്നവരാണ്. അവർ മഹാഭാഗ്യം ചെയ്തവരാണ്. അവർക്ക് ഇരുമുടിക്കെട്ടില്ലാതെ ഈ പടി ചവിട്ട. ഇനി ഒരാൾക്ക് കൂടി അവകാശമുണ്ട്, പന്തളം രാജപ്രതിനിധിക്ക്. അദ്ദേഹത്തിനും ഇരുമുടിക്കെട്ടില്ല. ഈ പ്രധാന പേടകം പോകുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ദീർഘകാലം ഇത് ശിരസിലേറ്റിയിരുന്നത് കുളത്തിനാൽ ഗംഗാധരൻ പിള്ള. ഇക്കുറി ഈ പേടകം മരുതവന ശിവൻകുട്ടിയാണ്. ഏതാണ്ട് 40-ലേറെ വർഷം അതെ അദ്ദേഹം ഈ പേടകം സന്നിധാനത്തേക്ക് ചുമന്നുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ തിരുമുറ്റത്തേക്ക് കൊടിമരത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഇപ്പോൾ ശ്രീകോവിലേക്ക് അത് എത്തിക്കഴിഞ്ഞാൽ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകും. പിന്നീട് നടയടയ്ക്കും. തിരുവാഭരണങ്ങൾ ചാർത്തിയ മകരവിളക്ക് ദർശിക്കുന്നതിനായി പൊന്നമ്പലമേട് കാണാവുന്ന സ്ഥലങ്ങളിലെല്ലാം തീർത്ഥാടകർ തമ്പടിച്ചിരുന്നു. ഏതാണ്ട് 2 ലക്ഷത്തിലധികം തീർത്ഥാടകർ സന്നിധാനത്ത് എത്തിയതായാണ് കണക്കാക്കുന്നത്. അതാ മകരജ്യോതി ദൃശ്യമായി. ദീപാരാധന കഴിഞ്ഞു. 2 വട്ടം വളരെ വ്യക്തമായി മകരജ്യോതി ദൃശ്യമായി കഴിഞ്ഞു. ശങ്കരനാരായണ പുത്രനായി പിറന്ന് പന്തളം രാജകൊട്ടാരത്തിൽ 3-ാമത്തെ തവണ അതാ പൊന്നമ്പലമേട്ടിൽ വളരെ വ്യക്തമായി മകരജ്യോതി തെളിയുന്നു. ദേവകളും ഋഷിമാരും ഭഗവാന് ആരതി ഒഴിയുകയാണ്. പരം പ്രേമസ്വരൂപം, പരമം പവിത്രം, പരം ജ്യോതിസ്വരൂപം ഭജേ ഭൂതനാഥം. താപസവേഷധാരിയായ കാനനവസൻ സർവാഭരണ വിഭൂഷിതനായി അതാ ഒരിക്കൽ കൂടി ഭക്തലക്ഷങ്ങൾ കാത്തിരുന്ന പുണ്യമുഹൂർത്തം.
അപകടങ്ങൾ ഒഴിവാക്കാൻ കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരുന്നത്. തീർത്ഥാടകരുടെ മടക്കയാത്രയ്ക്കായി KSRTC ബസ്സുകളും ക്രമീകരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് CCN. ദക്ഷിണ മലബാറിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ഒടമല മഖാം ആണ്ടുനേർച്ചയ്ക്ക് തുടക്കമായി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൊടിയേറ്റം നിർവഹിച്ചു. മഖാമിന്റെ സൗഹൃദ പാരമ്പര്യം വിളിച്ചോതുന്നതായിരുന്നു കൊടിയേറ്റ ചടങ്ങുകൾ. കൊടിയേറ്റത്തിനുള്ള കയർ സമർപ്പിച്ചത് കിഴക്കുവീട്ടിൽ കുടുംബാംഗമായ ആനമങ്ങാട് സ്വദേശി പീതാംബരനായിരുന്നു. കൂടാതെ കൊടിയേറ്റ ദിവസത്തെ ചീരണി വിതരണം നടത്തിയത് മരിയാപുരം സ്വദേശി രാജനാണ്. ആത്മീയ ചിന്തയും കാരുണ്യ പ്രവർത്തനങ്ങളുമാണ് ജീവിത വിജയത്തിന് നിദാനമെന്ന് കൊടിയേറ്റത്തിനു ശേഷം നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തങ്ങൾ പറഞ്ഞു. സർവ അമ്പിയാക്കന്മാരുടെ വിശുദ്ധാത്മാക്കളുണ്ടാവും. മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ സർവ അമ്പിയാ സാലിഹ്യങ്ങൾക്കൊക്കെയുള്ള വിശുദ്ധാത്മാക്കളുണ്ടാവും. ഇതുപോലെ കോടാനക്കോടി സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ അവരുണ്ടാവും ഒരേ നിമിഷത്തിൽ തന്നെ. അത് ഹദീസുകളൊക്കെ മനസ്സിലാക്കപ്പെട്ട സംഗതികളാണ്. വിശുദ്ധാത്മാവട്ടെ അല്ലാത്ത ആത്മാവട്ടെ, ആത്മാക്കളുടെ ലോകത്ത് പറഞ്ഞാൽ നമ്മുടെ ശരീരവും ആത്മാക്കളോട് കൂടുമ്പോഴോ അല്ലെങ്കിൽ ശരീരത്തിന്റെ മാത്രമുള്ള ലോകം പോലല്ല. മഹല്ല് മുദ്രിസ് ഷെരീഫ് ഫൈസി കാരക്കാട് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സമസ്ത വൈസ് പ്രസിഡന്റ് നെല്ലായ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഷർഫുദ്ദീൻ തങ്ങൾ, സൈതാലിക്കോയ തങ്ങൾ, ഹബീബുള്ള തങ്ങൾ തുടങ്ങി പ്രമുഖ പണ്ഡിതരും മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു. നേർച്ച കൊടിയേറ്റത്തോടെ പെട്ടിവരവ് എന്ന പേരിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി രാത്രി സമയങ്ങളിൽ ആളുകൾ ഇനി മഖാമിലെത്തി പ്രാർത്ഥന നടത്തും. CCN പെരിന്തൽമണ്ണ. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല ആഘോഷങ്ങൾക്ക് 16-ന് വെള്ളിയാഴ്ച കൊടിയേറും. ജനുവരി 20-നാണ് മകരച്ചൊവ്വ ആഘോഷം. വൈകിട്ട് 3 ആനകളുടെ അകമ്പടിയിൽ നടക്കുന്ന പകൽപൂരത്തിൽ പഞ്ചവാദ്യം, ശിങ്കാരിമേളം, തെയ്യം, ബാൻഡ് വാദ്യം തുടങ്ങിയവ പൊലിമയേകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഏകദേശം നമ്മൾ 5 കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആനയും പഞ്ചവാദ്യവും ഒഴികെ 5 കലാരൂപങ്ങൾ, വിവിധ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മകരച്ചൊവ്വ കൂടി ആഘോഷിക്കുന്നത്. അതിന് പുറമെ നമ്മൾ നല്ലൊരു ഗാനമേള അന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മകരച്ചൊവ്വ എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി കമ്മിറ്റി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ ചടങ്ങ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ 3 ഗജപെരുമാളോട് ഭാഗ്യപ്പങ്കാവിലേക്കുള്ള എഴുന്നള്ളിപ്പ്, അതിൻ്റെ കൂടെ വിവിധ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അന്നത്തെ പരിപാടികൾ ആസൂത്രണം ചെയ്ത് വൈകുന്നേരം 7:30-ക്ക് ഗാനമേളയും നമ്മൾ ഈ പരിപാടിയിൽ ആലോചിച്ചിട്ടുണ്ട്. ഇത്തവണ പതിവിലും ഗംഭീരമായാണ് കാളവേല ആഘോഷങ്ങൾ നടക്കുന്നതെന്ന് കാളവേല ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. വെള്ളിയാഴ്ച കൊടിയേറ്റം നടക്കും. രാവിലെ വലിയ പറമ്പിൽ ശിവശങ്കരൻ, ഗോപി അടുക്കത്ത്, വലിയ പറമ്പിൽ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഊത്തുമുളയിടും. 8-ന് ജയവിജയന്മാരുടെ മേളം നടക്കും. 8:30-ന് കൊടിയേറ്റം നടക്കും. അണ്ടലാടിമന ഉണ്ണി നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും. തുടർന്ന് കളഭാഭിഷേകവും കേളിയും രാത്രി 12 മണിക്ക് കതിരേറ്റവും നടക്കും. ജനുവരി 20-ന് മകരച്ചൊവ്വ ദിവസം രാവിലെ 9-ന് കിള്ളിക്കുറിശിമംഗലം സരിതയുടെ ഓട്ടൻതുള്ളൽ, 10:30-ന് ക്ഷേത്രനടയിൽ ശിങ്കാരിമേളം എന്നിവയുണ്ടാകും. വൈകിട്ട് 3-ന് 3 ആനകളും പഞ്ചവാദ്യവുമായി പകൽപൂരം നടക്കും. കാവുവട്ടത്തു നിന്നുള്ള തിരിച്ചെഴുന്നള്ളിപ്പിന് ഫ്യൂഷൻ ശിങ്കാരിമേളം, ബാൻഡ് വാദ്യം, താമരത്തെയ്യം, ഏഞ്ചൽ തെയ്യം, ഫാൻസി തെയ്യം തുടങ്ങിയവ പൊലിമയേകും. 7-ന് ഗാനമേള നടക്കും. ഫെബ്രുവരി 11-ന് പൂരവും 12-ന് കാളവേലയും 13-ന് താലപ്പൊലിയും നടക്കും. അതുവരെയുള്ള ദിവസങ്ങളിൽ വിപുലമായ രീതിയിലുള്ള വിവിധ പരിപാടികളാണ് നടക്കുകയെന്നും കാളവേല ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മകരച്ചൊവ്വയ്ക്കും ഒരു 6ഓളം കലാരൂപങ്ങളുണ്ട്. വാദ്യങ്ങളും കലാരൂപങ്ങളൊക്കെ 6ഓളം വയ്ക്കുന്നുണ്ട്. അതിൻ്റെ പുറത്ത് ആനയും പഞ്ചവാദ്യമായിട്ട് ഗംഭീരമാണ് മകരച്ചൊവ്വ. പിന്നെ കാളവേലയ്ക്ക് പളനി ആട്ടം എന്ന് പറഞ്ഞൊരു ഡിജിറ്റൽ ബാലയുണ്ട്. പിന്നെ ഹംസധ്വനി തിരൂർ അവതരിപ്പിക്കുന്ന ഭക്തിഗാനത്തിലാണ് താലപ്പൊലിക്ക്. ഇങ്ങനെയാണ് എടുത്തു പറയാനുള്ള പരിപാടികൾ. 31 ഭജന ഇല്ലേ? 31-ാം തീയതി ഒരു ഭജന, അതാ ബുക്ക് തരാം, ബുക്കിൽ അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. 31-ാം തീയതി സാധാരണ ചായമ്പഴ ഉണ്ടാവും. ഇപ്രാവശ്യം ഒരു ഭജന വാഴയങ്കട ടീമിൻ്റെ ഒരു നാമാർച്ചന ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ 2-ാം തീയതി തുള്ളൽ നൃത്തം എന്ന് പറഞ്ഞിട്ടൊരു ഓട്ടംതുള്ളിൻ്റെ വേറൊരു രൂപം, അധികം അവിടെ അങ്ങനെ എല്ലായിടത്തും എത്തിയിട്ടില്ല, അതോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. 4-ാം തീയതി ചാക്യാർകൂത്ത്,
പിന്നെ നങ്ങിയാർകൂത്ത്, അങ്ങനെ വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ചീഫ് കോർഡിനേറ്റർ എൻ സുകുമാരൻ, ജനറൽ സെക്രട്ടറി പി അനിൽകുമാർ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രഘുനാഥ്, പ്രോഗ്രാം കൺവീനർ കെ ഗണേശൻ, വൈസ് പ്രസിഡന്റ് പി സുനിൽകുമാർ, കെ ദാസൻ, ജോയിന്റ് സെക്രട്ടറി എൻ കൃഷ്ണദാസ്, വി രമേശ് എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച ഓട്ടോറിക്ഷ മറിഞ്ഞ് വീട്ടമ്മ മരിച്ചു. കരിങ്കലത്താണി അരക്കുപറമ്പ് UP സ്കൂളിന് സമീപം പാറോകൂട്ടിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ ദേവകിയാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാത്രി കുറ്റിപ്പുളി ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ മാട്ടറയ്ക്കൽ പള്ളിക്ക് സമീപമായിരുന്നു അപകടം. നവീകരണം നടന്ന പുതിയ റോഡിന്റെ വശങ്ങളിലെ മൺതിട്ടയിൽ ഓട്ടോറിക്ഷ കയറി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ദേവകിയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനാണ് ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നത്. ഇവർക്കൊപ്പം മരുമകളും പേരക്കുട്ടിയും വാഹനത്തിലുണ്ടായിരുന്നു. ഇവർ മൂവരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. CCN ചത്തല്ലൂർ. മലപ്പുറം കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ രണ്ടത്താണി യുണൈറ്റഡ് ടവറിൽ പ്രവർത്തിക്കുന്ന മാവേലി സ്റ്റോർ സൂപ്പർ സ്റ്റോറായി ഉയർത്തി. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. സപ്ലൈകോയുടെ 50ാമത് വാർഷികത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ പുതിയ ഔട്ട്ലെറ്റുകൾ തുടങ്ങുന്നതിനും നിലവിലുള്ള മാവേലി സ്റ്റോറുകൾ സൂപ്പർ സ്റ്റോറുകളാക്കി ഉയർത്തുന്നതിനുമുള്ള നടപടികൾ തുടർന്നുവരികയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. തിരൂർ നിയോജക മണ്ഡലം MLA കുറുക്കോളി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സപ്ലൈകോ റീജിയണൽ മാനേജർ G സുമ സ്വാഗതം പറഞ്ഞു. കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP സബാഹ് യുണൈറ്റഡ് ടവർ ഉടമസ്ഥൻ ഫൈസലിന് ആദ്യ വിൽപ്പന നടത്തി. വാർഡ് മെമ്പർ K ഷാഹുൽ ഹമീദ്, രാഷ്ട്രീയ പ്രതിനിധികളായ ഫിറോസ് പള്ളിമാലി, M ജയരാജൻ, മൻസൂർ അലി പാലമടത്തിൽ, അബ്ദു തൈക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ KC മനോജ് കുമാർ നന്ദിയും പറഞ്ഞു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ തിരിതെളിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ലക്ഷം വീട് ഉന്നതിയിലുള്ള കുടുംബങ്ങൾക്ക് ജാതി നിർണയിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണം K പ്രേംകുമാർ MLA നിർവഹിച്ചു. കാലങ്ങളായി നിലനിന്നിരുന്ന ഈ കുടുംബങ്ങളുടെ ജാതി നിർണയം സംബന്ധിച്ച പ്രശ്നത്തിനാണ് ഇതോടെ ശാശ്വത പരിഹാരമായത്. ഭക്തിയുടെ നിറവിൽ ശബരിമലയിൽ മകരവിളക്ക് ദർശനം. അയ്യനെ കാണാൻ മല കയറിയ വിശ്വാസികൾ ശരണം വിളികളോടെയാണ് മകരവിളക്ക് ദർശിച്ചത്. ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ഭക്തർ 3 തവണ മകരവിളക്ക് ദർശിച്ചു. ദക്ഷിണ മലബാറിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ഒടമല മഖാം ആണ്ടുനേർച്ചയ്ക്ക് തുടക്കമായി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൊടിയേറ്റം നിർവഹിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.